Welcome back to Learnino. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷന്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ജൂൺ 5 മുതൽ ജൂൺ 10 വരെ നടന്ന പരീക്ഷകളുടെ ആൻസർ കീ ആണ് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ആൻസർ കീ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക, അതേപോലെ അതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ, കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കീ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ആൻസർ കീയിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് PDF ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഏത് ദിവസമാണോ എക്സാം എഴുതിയത് ആ ദിവസത്തെ ആൻസർ കീ നമ്മൾ നോക്കി അത് വെരിഫൈ ചെയ്യാം. നമ്മൾ ചെയ്ത ആൻസേഴ്സുമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇനി അതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ കീ നോക്കിക്കഴിഞ്ഞിട്ട് അതിന് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഫോർവേഡ് ചെയ്യാം. എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷന് നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം ഒരുമിച്ച് വെച്ച് നമ്മുടെ കംപ്ലൈന്റ് എന്താണോ അതും വെച്ച് നമുക്കൊരു 100 rupeesന്റെ DD എടുത്ത് ഇൻ ഫേവർ ഓഫ് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ പേയബിൾ അറ്റ് തിരുവനന്തപുരം, ഓക്കെ, ബൈ പോസ്റ്റ് അല്ലെങ്കിൽ ഹാൻഡ് ഡെലിവറി ആയിട്ട് ഓഫീസിൽ നമ്മൾ എത്തിക്കണം ഓൺ ഓർ ബിഫോർ ജൂൺ 13th 13/06/2024 5 മണിക്ക് മുന്നായിട്ട് നമ്മൾ എത്തിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഏത് ക്വസ്റ്റ്യനിലാണോ അല്ലെങ്കിൽ ആൻസറിലാണോ നമ്മൾ കംപ്ലൈന്റ് പറയുന്നത് അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ ക്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ കീ വന്ന് നമുക്ക് അതിന്റെ ഒരു റിസൾട്ടിനും റാങ്കിനും ഒക്കെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു.